ഇനി നമ്മൾ തഞ്ചാവൂർ അമ്പലത്തിൻ്റെ അടുത്തുള്ള നല്ല ഫുഡ് സ്പോട്ടുകളാണ് കാണാൻ പോകണം കേട്ടോ. അതിൽ പ്രധാനപ്പെട്ടത് ചെല്ലമ്മൽസ് മൺപാനൈ സമയൽ. അത് ഉച്ചയ്ക്കൊക്കെ നല്ല ഫുഡ് ലഞ്ച് കിട്ടുന്ന സ്ഥലമാണ് അത്. എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ പ്രാന്തായിട്ടാട്ടോ ഞാൻ വോയിസ് ഒന്നും ഹെഡിയാത്ത് അടുത്ത വീഡിയോയിൽ ശരിയാക്കാം നമുക്ക്. ഇത് ഞാൻ വോയിസ് ഓവർ ചെയ്യൽ സുഖമുള്ള പരിപാടിയാണെന്ന് ചോദിച്ചു, പക്ഷെ ചെയ്ത് വന്നപ്പോൾ ഭയങ്കര പ്രാന്ത് പിടിച്ച പരിപാടിയാണ്. അപ്പം ഇനി കുറേയൊക്കെ ഇടയ്ക്ക് വോയിസിൻ്റെ കേൾക്കും, ഇടയ്ക്ക് കേൾക്കില്ല, സഹകരിക്കും എല്ലാവരും. അത് ഇതെല്ലാം മസാല ഐറ്റംസ് ഏതാவது இருக்கா? ഇതൊക്കെ എല്ലാമേ എടുത്തുക്കോ. എല്ലാ items. You want to eat, not necessarily that you have to have them. You just whichever you want, you can select it. It's a variety. I don't know the taste of each things. It won't be very spicy or masala. Very light. It's very fresh. All items. So this is banana flour. Okay. And bindi fry. You want? കൊടുങ്കോ. Then banana fry again. Okay. And potato fry. ഇതൊക്കെ എല്ലാത്തിനും കൂട്ടി എவ்வளோ റേറ്റ് ആകും? Individually charged. How many? It's 25 rupees each. Okay, no problem. Then savory spinach. Okay. And chutney of the Tanjavur. And mixed vegetable curry you make. Avial you can have. Okay. Sweets items. Yeah, sweet. Millet sweet. And banana stem you can have. Sprout. Okay. And bitter gourd. Do you like bitter gourd? Bitter gourd. Okay. Kasapukari. കൊടുങ്ക എല്ലാമേ കൊടുങ്ക. That's very healthy. Spinach of it. And chow. And ഇതൊക്കെ കറി. She is going to give you curry. Okay. Curry. குழம்பு கொடுங்க. குழம்பு பண்ணி முடிக்கணும். குழம்பு கூட சார் சாம்பாரும் பருப்பு குழம்பு வத்தப்பட்டு முழுமே கொடுங்க. என்ன இருக்கு? It's totally different taste. This is not sambar again. This is called kuழம்பு. Tamil Nadu. This is millet sweet. You can eat with a spoon later. ലാസ്റ്റ് പപ്പടം വന്നു. ഇത് കറികൾ നമ്മൾ നോക്കുമ്പോഴേ നമ്മുടെ നാട്ടിലത്തെ ഏകദേശം അങ്ങനത്തെ ടേസ്റ്റൊക്കെ വല്ലാണ്ട് മസാലയൊന്നും ഓവറില്ലാണ്ട് പരിപ്പ് വട, പിന്നെ മുളപ്പിച്ച കടല, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് നമ്മൾ വല്ലാണ്ട് കഴിക്കാത്തൊക്കെ ഉള്ളത്. പിന്നുള്ളത് വെണ്ടയ്ക്ക ഉണ്ട്, പിന്നെ ഉണ്ടല്ലേ വെണ്ടയ്ക്ക, പിന്നെന്താ നേന്ത്രപ്പഴം വറുത്തത്, പിന്നെ മുരിങ്ങയ്ക്ക, കൈപ്പയ്ക്ക, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ബാക്കിയുള്ളത്. ഇതിൽ ഓരോന്നിനും സെപ്പറേറ്റ് 25 രൂപയായിട്ട് ആഡ് ചെയ്യുന്നത്. നമ്മുടെ അവിടുത്തെ ലഞ്ചിന് 290 രൂപയായിട്ടാണ് ഒരു ഉച്ചയ്ക്ക് ഉള്ള ഫുഡിന്. അത് വേറെ നല്ല 10-25 തരം കറികൾ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ്. അപ്പം അതിൽ ഇഷ്ടമുള്ളത് നമുക്ക് ഓർഡർ ചെയ്യാം. ഞാൻ ഇതുവരെ കാണാത്ത കറികൾ കുറേ കണ്ടപ്പോൾ അതൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെയാണ് ഈ പൈസ ചെയ്തിട്ടാ. പിന്നെയുള്ള അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ കോഫി പാലസ് ഉണ്ട് കേട്ടോ. അത് നല്ലൊരു സ്പോട്ടാണ്. പിന്നെ തേവേഴ്സ് ബിരിയാണി എന്ന് പറഞ്ഞിട്ടൊരു സ്പോട്ടുണ്ട് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ. പിന്നെ ദാസൻ്റെ സർവത്ത് കട സുരോജി മാർക്കറ്റിൽ, ആ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാട്ടോ സർവത്ത് കട.
ഇവിടുത്തെ സ്പെഷ്യൽ എന്നാണ് പറയുന്നത് പട്ടണ പക്കുവട. പട്ടണം പക്കുവട ടെസ്റ്റ് ചെയ്യാം. எல்லாரும் அதே மாதிரி இருப்பாங்க. சரி வரேன், நாளைக்கு நம்ம போகலாம், ஷாப்பிங் போகலாம். നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ടേസ്റ്റാണ്, വെറൈറ്റി ഉണ്ട്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് റവ ദോശ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റവ ദോശ ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ ഫിൽറ്റർ കോഫി. ഈ ഷോപ്പിൽ വരുമ്പോൾ തന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് സ്മെല്ല് ഫീൽ കിട്ടാം. ഫിൽറ്റർ കോഫി ഭയങ്കര സ്ട്രോങ് ഉള്ള ഭയങ്കര ഒരു സ്മെല്ല്. ദോശ വേറൊരു ടേസ്റ്റാണ്, റവ മിക്സ് ആയതിൻ്റെ വേറൊരു ഫ്ലേവർ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണത്. ഞാനിവിടെ വന്ന് സ്പെഷ്യൽ ഒരു റവ ദോശ കഴിച്ചൊരു ഫിൽറ്റർ കോഫി, പിന്നെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോയിൽ കണ്ടില്ല ഒരു ഉണ്ട, അത് കഴിച്ചിട്ട് മൂന്നും കൂടിയിട്ട് 120 രൂപ ആയത്. അപ്പോൾ അതിൽ നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്തെന്നൊരു ചേച്ചിയേട്ടാ. കുംഭകോണം ടെമ്പിള്. ഇത് പെരിയ കോവിൽ. ഓക്കെ ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഇത്, പിന്നെ അത്. ഓക്കെ, താങ്ക് യു.